ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടെ അനുവദിച്ചു തന്ന ദൈവത്തിന് ഹൃദയം തുറന്ന് നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിലും സമാധാനത്തോടെ ആരോഗ്യത്തോടെയൊക്കെ പരിപാലിച്ചില്ലേ? എത്ര സ്തുതിച്ചാലും മതിവരാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഹൃദയം വിശാലമായിരുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ വിവിധങ്ങളായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരെ കാണാം. അതിലേറ്റവും കൂടുതൽ രോഗം എന്ന് പറയുന്നത് ഇന്ന് എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ്. കാര്യം, നമ്മുടെ ഹൃദയം ദൈവം വസിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവം വസിക്കുന്ന ഒരു ആലയമാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിനകത്ത് ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചാൽ ഇനി അതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എന്നാൽ ഇതെല്ലാം കുത്തി നിറച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സമയം, അതാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഇടുങ്ങിയ മനസ്സ് അല്ലെങ്കിൽ വളരെ സങ്കുചിതമായ മനസ്സുള്ളവരുടെ നിലപാടുകളും പ്രവൃത്തികളും ചിലപ്പോഴൊക്കെ നമുക്ക് അസഹനീയമായി തോന്നിയിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഒട്ടും സ്ഥാനം എന്ന് പറയുന്നത് ഉണ്ടാകില്ല. അപ്പം സങ്കുചിതമായ മനസ്സിൽ വിട്ടുവീഴ്ചകൾക്കും എളിമകൾക്കും അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾക്കും ഇടമുണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ യാതൊരു കാരുണ്യവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു കാരുണ്യവുമില്ലാതെ, കരുണയില്ലാതെ, നിസ്സാര കാരണങ്ങളുടെ പേരിൽ വഴക്കടിച്ച് ജീവിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെല്ലാം. ഹൃദയം വിശാലമായെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുമായി സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കുവാൻ കഴിയുള്ളൂ. കൊരിന്ത്യയിലെ അന്നത്തെ ക്രിസ്ത്യാനികളിൽ പലരും ഹൃദയവിശാലത ഇല്ലാതിരിക്കുമ്പോൾ അത് ഉണ്ടാകണമെന്നാണ് പൗലോസ് ഈ വാക്യങ്ങളിലൂടെ ആ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആവശ്യപ്പെട്ടത്. ഓരോരുത്തരും സ്വന്തം നന്മ മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയും കൂടെ കരുതണം എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവഹിതം ഉൾക്കൊള്ളുന്നതിനും നമുക്ക് വിശാലമായൊരു ഹൃദയം വേണം. എങ്കിൽ മാത്രമേ ആ മാറ്റമില്ലാത്ത വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുവാൻ കഴിയുള്ളൂ. എൻ്റെ ഹൃദയം അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളും വഴികളിലും കൂടി ഞാൻ ഓടുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് പാടിയിട്ടുള്ളത്. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് പകലിലും എനിക്കും പറയാനുള്ളത്. നമ്മൾ സ്നേഹിച്ച പലരും ആ സ്നേഹം നമുക്ക് തിരിച്ച് തരാതിരിക്കുമ്പോൾ, തരാത്തതിൻ്റെ കാരണം അവരുടെ ഹൃദയവിശാലത ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ അവരെ പോലെ ആകാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ കരുതുന്നവരെ, ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്തവരെ, നമ്മളെ കരുതാത്തവരെ നമ്മുടെ ഹൃദയവിശാലതയിൽ അവരെ കരുതാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ വിശാല ഹൃദയമുള്ളവരാകുവാൻ നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ തിരിച്ചറിയുവാൻ അതിനുള്ള മനസ്സ് എനിക്ക് തരണമേ എന്ന്
ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ഇന്ന് പകലൊന്ന് ചോദിക്കാമോ? അനുഗ്രഹീതമായൊരു ദിവസം ദൈവം നമുക്ക് തരുമ്പോൾ ഇടുങ്ങിയ ഹൃദയത്തോടെ ഇരിക്കാതെ വിശാല ഹൃദയമുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്നു പകൽ നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.